ഈ ചോരയെ പറഞ്ഞ എല്ലാവർക്കും ഈ ദോഷം വരാൻ സാധ്യതയുണ്ട്. നൈസായിട്ട് എന്റെ കുടുംബത്തെ പറഞ്ഞതാണല്ലേ? അഭിമോന് ഞങ്ങളോടുള്ള ദേഷ്യം ഒട്ടും മാറിയിട്ടില്ല അല്ലേ? ഡോക്ടറെ കാണണ്ടേ? മനുഷ്യ ചൊറിഞ്ഞ് ചാവുന്നതിന് മുമ്പ് കൊണ്ടുപോകും. എന്നാ നിങ്ങൾ വീട്ടിലോട്ട് ചെല്ലേ മോളെ. അമ്മ മോളെ വീട്ടിലോട്ട് വന്ന് കണ്ടോളാം. മഹേന്ദ്രൻ എത്ര മോശക്കാരനും ആയിക്കോട്ടെ, എന്നാലും കലേമയുടെ മുന്നിൽ വെച്ച് ഇങ്ങനൊന്നും കുത്തി പറയണ്ടായിരുന്നു. ഇപ്പൊ ഒരു തർക്കത്തിന് ഞാൻ ഇല്ല. നിങ്ങള് വേഗം വീട്ടിലെത്താൻ നോക്ക്. ടാക്സി ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇറങ്ങ പോവാ. അവനോട് ചേച്ചി അത്രയും പറഞ്ഞ പോരായിരുന്നു, ഇത്തിരി ഇവിടെ കടുപ്പിക്കണമായിരുന്നു. അതെ, തരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ കുടുംബത്തെ അവമാനിക്കണം അവന്റെ പണി. ആ പണിക്ക് നമുക്കൊരു തിരിച്ചു പണി കൊടുത്തേ പറ്റൂ. അഭിമന്യു പറഞ്ഞതിലെ മുനയും പരിഹാസവും മനസ്സിലായി എന്നറിയിക്കാനാ ഞാൻ അവനോട് തിരിച്ച് അത്രയെങ്കിലും പറഞ്ഞത്. അവനെ പൊളിച്ചടുക്കി ഭിത്തിയിലൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്ത അമൃത അടക്കമുള്ള മുഴുവൻ പഞ്ചരത്നങ്ങൾക്കും നമ്മളോട് നീരസമാവും. അവരുടെ മനസ്സിൽ ഒരു കരടായിട്ട് അതങ്ങനെ കിടക്കും. കാരണം അത്രയ്ക്കും വലിയ വലിയേട്ടൻ കളിയല്ലേ അഭിമന്യു പഞ്ചരത്നത്തിൽ കളിച്ചോണ്ടിരിക്കുന്നത്. സത്യത്തിൽ അവനല്ല, ഈ ഞാനാണ് പഞ്ചരത്നത്തിലെ അനിയത്തിക്കുട്ടിമാരുടെ വലിയേട്ടനാവേണ്ടത്. എന്റെ സ്ഥാനമാണ് ആര് തട്ടിയെടുത്തത്. നീ വിഷമിക്കണ്ട. എന്നെയും നിന്നെയും നമ്മുടെ കുടുംബത്തെയും ഇത്ര പരസ്യമായിട്ട് അപമാനിച്ച അഭിമന്യുവിനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവനെതിരെ ഞാനൊരു കളി കളിക്കാൻ പോവാ. അന്ധവിശ്വാസത്തെ വിശ്വാസമാക്കിക്കൊണ്ടൊരു കളി. ആ കളിയില് അഭിമന്യു അമൃതയും തമ്മില് അകലും. ഇതൊക്കെ ചേച്ചി പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്ന് മാത്രം. ഹലോ മേഡം. ആ സിസിലി, അഭിമന്യുവിനെ പഞ്ചരത്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കിയേ പറ്റും. ഇത് ഞാൻ മേഡത്തിനോട് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. അവൻ കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഞാൻ ഇവിടെ കഷ്ടപ്പെടുകയാണ് മേഡം. എന്തായാലും അഭിമന്യു അമൃതയും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പഞ്ചരത്നത്തിൽ നടന്നത് മുഴുവൻ അനർത്ഥങ്ങളാണെന്ന് നീ പറഞ്ഞു പരത്തണം. ആദ്യത്തെ അനർത്ഥം എനിക്ക് എന്നല്ലേ മേഡം ഉണ്ടായത്. ആ കാലമോടം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അവനെ അവിടെ നിന്ന് അകറ്റിയാലേ നിനക്കും എനിക്കും സ്വസ്ഥമായിട്ട് പഞ്ചരത്നത്തിൽ വിലസാൻ പറ്റും. അവനെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി മേഡത്തിന് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ. എന്തു വേണമെന്ന് മേഡം പറഞ്ഞാൽ മാത്രം മതി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് സിസിലി ശ്രദ്ധിച്ചു കേൾക്കണം. ഓ, ശരി. ചേച്ചിയുടെ ഐഡിയ ഉള്ള ഇതൊരു വെറൈറ്റി നമ്പർ. ഇതെല്ലാം നിനക്ക് അമൃതയെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള എന്റെ ത്യാഗങ്ങളാ. ചേച്ചി തള്ളൊന്നും നിർത്തുന്നുണ്ടോ? പഞ്ചരത്ന ഹോട്ടലും ആ വീടിരിക്കുന്ന സ്വത്തുമാണ് ചേച്ചിയുടെ ലക്ഷ്യമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വലിയ ത്യാഗത്തിന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. അഭിമന്യുവിനെതിരെ ചേച്ചി പ്ലാൻ ചെയ്ത ഈ നമ്പറിലൂടെ ചീറ്റിപ്പോയാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. അഭിമന്യുവിനെ ഇല്ലാതാക്കാൻ പോലും ഞാൻ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും.
എനിക്ക് പഞ്ചരത്നത്തിൽ വെച്ച് ഇരുട്ടടി തന്നതുപോലും ഈ അഭിമന്യാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവൻ രാത്രികാലങ്ങളിൽ പഞ്ചരത്നത്തിൽ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അക്കാര്യത്തിൽ നീ വെറുതെ അമൃതയെ സംശയിക്കണ്ട. വിവാഹം കഴിയാതെ ഒരു പുരുഷനെ കൊണ്ടും ദേഹത്ത് തൊടാൻ അമൃത സമ്മതിക്കില്ല. തൊട്ടാ ഞാൻ അവനെ തട്ടും. നിന്നെ തല്ലി ബോധം കെടുത്തിയത് ആരാണെന്ന് പോലും അറിയില്ല. വെറുതെ വാചകം അടിക്കാനും ചൊറിയാനും മാത്രം അറിയാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.